ഒരു കൊച്ചുകുട്ടി നിരപരാധമൊന്നും അറിയാൻ വയ്യാത്തൊരു കുഞ്ഞിനെ റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഉപദ്രവിച്ച് അതിനെ ഒരാൾ കൊലപ്പെടുത്തുമ്പോൾ, അത് ജീവന് വേണ്ടി പിടയുമ്പോൾ നമ്മുടെ ഈ ദൈവം എന്ത് ചെയ്യുക? മക്കയ്ക്ക് പോയി, അവിടെ പോയിട്ട് 40 പേരാണ് ആക്സിഡന്റ് മരിച്ചത്. ഒരു നല്ല കാര്യത്തിന് പോവാണ്, ദൈവത്തിനെ കാണാൻ പോയതോ? ദൈവത്തിനെ കാണാൻ. അതായത് കഷ്ടപ്പെട്ടാ പോകുന്ന ഇവിടുന്ന് ഉമ്മർ ഹജ്ജിനൊക്കെ. ഒന്ന് രക്ഷിച്ചൂടായിരുന്നോ? എന്തിനാ കൊന്നേ? ദൈവം ഇവിടെ. എനിക്ക് ചോദ്യങ്ങളാണ് കിടക്കുന്നത്, വിശ്വാസം. എന്റെ കുറെ ചോദ്യങ്ങളാണ് ഇവിടെ. മനുഷ്യൻ എന്ന ജന്മം ഈ ഭൂമിയിൽ ദുരന്തമുണ്ടാക്കും. ജീവജാലങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ സസ്യങ്ങൾ നടന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു. ഗോചരമല്ല നമ്മുടെ കണ്ണിന്. ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അനുഭവം കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും കൂടെ ഈ ജന്മം കിട്ടിയിട്ടേ ഭൂമിയിൽ നിന്ന്. അയ്യപ്പന്റെ സെറ്റ് ഇരുന്നിട്ട് അയ്യപ്പൻ ഡ്രാക്കുളെ പറ്റി പാടാൻ പറ്റുമോ? അയ്യപ്പന്റെ സെറ്റ് അയ്യപ്പനെ പറ്റും. എനിക്കല്ലാതെ 4 പല്ലും 15 ദ്രമഷ്ട്രമൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അനീഷേട്ടനെ ഫിക്സ് ചെയ്തല്ലോ. അപ്പൊ അനീഷേട്ടന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, വൈ മീ എന്ന് ചോദിച്ചായിരുന്നു. ഒരു പുനർചിന്തനം പുള്ളിക്കുണ്ടായാലോ? അതിനുള്ള സമയം ഞാൻ കൊടുത്തില്ല. അല്ല മൂവിയല്ലേ, ഉറപ്പായിട്ട് എന്തെങ്കിലും തെറ്റുകൾ വരാം. അവര് ആരും അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ പറയുന്നുണ്ട്, ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. തെറ്റ് ചെയ്യാത്തവരായ ആരുണ്ട്? ഗോപുരാണോ? സിനിമയിൽ ആപ്റ്റാവൂല. ശരണം ശരണമെന്നയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ.